ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ ഭായ്, റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് ജേസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മട്ടുപ്പാവിൽ മണ്ണില്ലാതെ ഞാൻ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ വിളവെടുപ്പും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഇവയുടെ വിളവെടുപ്പിനും വളപ്രയോഗ രീതികൾ മനസ്സിലാക്കാനുമായി നമുക്ക് ടെറസിലേക്ക് പോകാം. ടെറസിൽ 45 ബാരലുകളിലാണ് ഡ്രാഗൺ നട്ടിട്ടുള്ളത്. സാധാരണ മെയ് മുതലാണ് ഡ്രാഗൺ പഴം കിട്ടുന്നത്. ഇവിടെ മാർച്ച് അവസാനം മുതൽ തന്നെ പഴമായി ഡിസംബർ മാസം വരെയും പഴം വിളവെടുക്കുന്നുണ്ട്. ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വിളവെടുപ്പാണ്. ഇവ ഈ മാസം മെയ് അവസാനത്തെ വിളവെടുപ്പിനുള്ള കായ്കളാണ്. ജൂൺ മാസത്തെ പഴത്തിനുള്ള മൊട്ടുകളാണ് ഇവയൊക്കെ. അനുയോജ്യമായ വളപ്രയോഗവും അത്യുൽപാദന ശേഷിയുള്ള തണ്ടുകൾ ഉപയോഗിച്ചതുമാണ് ഇത്രത്തോളം വിളവെടുപ്പിന് കാരണം. വേനൽക്കാലത്ത് പ്രധാനമായും 3 തരം വ്യത്യസ്ത സ്ലറികൾ മാത്രമാണ് ഉപയോഗിച്ചത്. മഴക്കാലമാകുമ്പോൾ ഈ സ്ലറിക്ക് പുറമെ സ്ലറിയുടെ ഉപയോഗം കുറയ്ക്കുകയും ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിവളം, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കമ്പോസ്റ്റുകൾ ഇവയൊക്കെ 2 മാസത്തിലൊരിക്കൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഈ സ്ലറികൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ അടുക്കള കമ്പോസ്റ്റിൻ്റെ സ്ലറിയാണ്. ഇത് നേർപ്പിച്ച് മാസത്തിലൊരിക്കൽ നമുക്ക് ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ മിക്സഡ് ഫിഷ് അമിനോയാണ്. മിക്സഡ് ഫിഷ് അമിനോ ആയതിനാൽ ഇതിൽ എല്ലാത്തരം മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മൈക്രോ ന്യൂട്രിയൻസ് ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ മിക്സഡ് ഫിഷ് അമിനോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിവിധ തരം പച്ചിലകൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു സ്ലറിയാണ് അടുത്തതായിട്ട് നാം ഉപയോഗിക്കുന്നത്. പലതരം സസ്യങ്ങളുള്ളതിനാൽ തന്നെ, അതായത് വേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. 90% നൈട്രജൻ അടങ്ങിയ ഒരു സ്ലറിയാണ് ഇത്. അതുകൊണ്ട് തന്നെ കായ്ഫലം കൂടുന്നതിന് ഈ സ്ലറി ഉപകരിക്കും. ഇത് അത്യുൽപാദന ശേഷി ഉള്ളതും രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുമായ മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലെ ചെടിയാണ്. ഇതിൻ്റെ തൈ തന്നെ നടണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ തണ്ട്, നല്ല ഇനം തണ്ട് കിട്ടുകയാണെങ്കിൽ തണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോസ്റ്റിൽ നടാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിളവെടുക്കാം. മുതൽ 25 വർഷക്കാലം നമുക്കിത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും ഇത് സാധ്യമാകും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.